ഓക്കെ, നെക്സ്റ്റ് ടേം ഡ്രോയിങ്സ്. എന്താണ് ഡ്രോയിങ്സ്? പലപ്പോഴും നമ്മൾ അക്കൗണ്ടിങ്ങിൽ ഡ്രോയിങ്സ് എന്നുള്ള ടേമിനെ യൂസ് ചെയ്യാറുണ്ട്. എന്താണ് ഡ്രോയിങ്സ് നമുക്ക് നോക്കാം. കിരൺ ബിസിനസ് ഓണറാണ്. അദ്ദേഹത്തിന് കുറച്ച് ഫിനാൻഷ്യൽ അർജൻസി വന്നു. ഓക്കെ, സാമ്പത്തികമായിട്ട് കുറച്ച് ടൈറ്റ് അനുഭവപ്പെട്ടു അവരുടെ പേഴ്സണൽ ലൈഫിൽ. അദ്ദേഹത്തിൻ്റെ വീട് കൺസ്ട്രക്ഷനുമായി, ഹോം കൺസ്ട്രക്ഷനുമായി കുറച്ച് എമൗണ്ടിൻ്റെ ആവശ്യം വന്നു. അപ്പോൾ അദ്ദേഹം ഒരു ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്യാതെ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ നിന്ന് കുറച്ച് എമൗണ്ട് അദ്ദേഹം വിഡ്രോ ചെയ്തു. ഓക്കെ, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്? എമൗണ്ട് വിഡ്രോ ചെയ്തത്. അതുപോലെ തന്നെ കുറച്ച് ഗുഡ്സ് കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? ബിസിനസ്സിൽ നിന്ന് അദ്ദേഹം പിൻവലിച്ചിട്ടുണ്ട്. അപ്പം പണമോ അല്ലെങ്കിൽ ഗുഡ്സോ ഓണർ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ പർപ്പസ് ഓർ ഡൊമസ്റ്റിക് പർപ്പസ്, വ്യക്തിപരമായ അല്ലെങ്കിൽ വീട്ടാവശ്യത്തിന് അദ്ദേഹം പിൻവലിക്കുന്നുവെങ്കിൽ അതിനെ നമ്മൾ ഡ്രോയിങ്സ് എന്ന് വിളിക്കും. ദി എമൗണ്ട് ഓർ ഗുഡ്സ് ഡ്രോൺ ബൈ ഓണർ ഫ്രം ദി ബിസിനസ്. ബിസിനസ്സിൽ നിന്ന് അദ്ദേഹം പിൻവലിക്കുന്ന പണം അല്ലെങ്കിൽ ഗുഡ്സ്, അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഡ്രോയിങ്സ് എന്ന് വിളിക്കും. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇദ്ദേഹം ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന ക്യാപിറ്റലിൽ നിന്ന് നമ്മൾ ഡ്രോയിങ്സ് എന്ത് ചെയ്യും? ഡിഡക്റ്റ് ചെയ്യാറാണ് പതിവ്. സോ ഡ്രോയിങ്സ് എന്നുള്ള ടേമിനെ കൃത്യമായി ഓർത്തു വയ്ക്കുക. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഡെറ്റർ, ക്രെഡിറ്റർ എന്ന് പറയുന്ന രണ്ട് ടേംസ് ആണ്. ഡെറ്റർ അതുപോലെ ക്രെഡിറ്റർ. ഓക്കെ, ആദ്യം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഡെറ്റർ ആരാണെന്നാണ് നോക്കുന്നത്. ഡെറ്റർ. ഓക്കെ, അപ്പം കിരണിൻ്റെ ബിസിനസ്, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എക്സാമ്പിളാണ് കിരണിൻ്റെ ബിസിനസ്. ഈ ബിസിനസ്സിൽ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ്, ഓക്കെ, വിനയ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് 20,000 രൂപയുടെ പ്രൊഡക്റ്റ് അദ്ദേഹം വിറ്റു. സോൾഡ് ഗുഡ്സ് ടു വിനയ് ഓൺ ക്രെഡിറ്റ്. കടത്തിനാണ് കൊടുത്തത്. അപ്പോൾ എന്തുണ്ടാവില്ല? പണം ബിസിനസ്സിലേക്ക് വരില്ല. ഓക്കെ, കടത്തിന് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ഗുഡ്സ് വിറ്റിട്ടുണ്ട്. ആർക്ക്? വിനയ്. അപ്പോൾ വിനയ് എന്ന് പറയുന്ന വ്യക്തി ബിസിനസ്സിലേക്ക് പണം തരാനുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡെറ്റർ എന്ന് വിളിക്കുന്നത്. സോ വിനയ് ഇവിടെ ഡെറ്റർ ആണ്. ആരുടെ? ഈ ബിസിനസ്സിൻ്റെ. ബിക്കോസ് ഈ ഓസ് മണി ടു ദി ബിസിനസ്. ബിസിനസ്സിലേക്ക് പണം തരാനുണ്ടെങ്കിൽ അദ്ദേഹം ആരാണ്? ഡെറ്റർ ആണ്. സോ ഡെറ്റർ ഇസ് എ പേഴ്സൺ ഹു ഓസ് മണി ടു ദി ബിസിനസ്. ബിസിനസ്സിലേക്ക് പണം തരാനുള്ള ആളെ നമ്മൾ എന്ത് വിളിക്കും? ഡെറ്റർ എന്ന് വിളിക്കും. ക്ലിയർ? ഓക്കെ, ഇനി എന്താണ് അല്ലെങ്കിൽ ആരാണ് ക്രെഡിറ്റർ? ഈ ബിസിനസ്സിലേക്ക്, കിരണിൻ്റെ ബിസിനസ്സിലേക്ക് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത് മിസ്റ്റർ സിനാൻ. ഓക്കെ, സിനാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിൽ നിന്നാണ് ഗുഡ്സ് വാങ്ങിക്കുന്നത്. അപ്പം ആ ഗുഡ്സ് വാങ്ങിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രൊഡ്യൂസ് ചെയ്ത് പുറത്ത് സെയിൽ നടത്തുന്നത്. അപ്പോൾ സിനാൻ്റെ കയ്യിൽ നിന്ന് 10,000 രൂപയുടെ ഗുഡ്സ് നമ്മൾ പർച്ചേസ് ചെയ്തു. ആര്? കിരൺ പർച്ചേസ് ചെയ്തു. ഓൺ ക്രെഡിറ്റ്, കടത്തിനാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ സിറ്റുവേഷൻ നോക്കിയേ. അപ്പം ബിസിനസ് അല്ലെങ്കിൽ കിരൺ എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ഈ ബിസിനസ് എന്ത് ചെയ്യണം? 10,000 രൂപ സിനാൻ എന്ന് പറയുന്ന സപ്ലയർക്ക് കൊടുക്കാനുണ്ട്, ഇല്ലേ? കാരണം നമ്മൾ കടത്തിനാണ് വാങ്ങിയത്. ക്യാഷ് കൊടുത്തിട്ടുണ്ടോ? നോ. ഹിയർ സിനാൻ വിൽ ബി ട്രീറ്റഡ് ആസ് ക്രെഡിറ്റർ. അദ്ദേഹം ആരാണ്? ക്രെഡിറ്റർ ആണ്. കാരണം ബിസിനസ് അദ്ദേഹത്തിന് പണം കൊടുക്കാനാണ്. സോ ക്രെഡിറ്റർ ഇസ് എ പേഴ്സൺ ടു ഹൂം ബിസിനസ് ഔസ് മണി. ആർക്കാണോ ബിസിനസ് പണം കൊടുക്കാനുള്ളത് അവരെ നമ്മൾ ക്രെഡിറ്റർ എന്ന് വിളിക്കും. അപ്പം ഞാൻ ക്രെഡിറ്റർ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് പൊസിഷൻ ചെയ്യാൻ പറ്റണം. ബിസിനസ് പണം കൊടുക്കാനുള്ള ആളാണ്. ഡെറ്റർ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കണം, അദ്ദേഹം നമുക്ക് പണം തരാനുള്ള ആളാണ്. ഈ ഒരു മനസ്സിലാക്കൽ നടന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈസി ആയിട്ട് ഈ വരുന്ന ടേംസിനൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ.